നമ്മളാകെ കൺഫ്യൂഷനിലിരിക്കുന്നൊരു സമയത്ത് ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ സെമസ്റ്റർ എക്സാം തുടങ്ങായി, ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യമൊക്കെ കുറേ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം, ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പോർഷൻസ് കുന്നുകൂടി കിടക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കണതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. ഇപ്പോൾ തന്നെ പറയണമെന്ന് തോന്നി. എല്ലാത്തിനെയും മായ്ച്ചു കളയാം. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ചിന്തകളെയൊക്കെ മായ്ച്ചു കളയാം. എന്താണ് നമ്മുടെ ചിന്ത? ഞാനിപ്പോൾ 1 വർഷമായിട്ട് അല്ലെങ്കിൽ 6 മാസമായിട്ട് ഒരു കോഴ്സ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ 6 മാസമായിട്ട് അല്ലെങ്കിൽ 4 മാസമായിട്ട് ഒരു സെമ്മ് കഴിഞ്ഞിട്ടും എൻ്റെ പഠനം ഒന്നും എവിടെ എത്തിയില്ല. പരീക്ഷയാവായി. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് നല്ല മാർക്ക് കിട്ടിയാലാണ് എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും മാർക്ക് കുറഞ്ഞാൽ നമ്മൾ പിന്നോട്ട് പോകും എന്നുള്ള ചിന്തകൾ, അതിനെയൊക്കെ ഒരു റബ്ബർ കൊണ്ട് മായ്ച്ചു കളയണ പോലെ എല്ലാത്തിനെയും മായ്ച്ചു കളഞ്ഞ് മൈൻഡിനെ വൃത്തിയാക്കുക. ഇപ്പോൾ ഞാനൊന്നുമല്ല, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുമില്ല. ഒരു ശുദ്ധമായ കണ്ണാടി പോലെ, നല്ല തെളിഞ്ഞ വെള്ളം പോലെ നല്ല നിർമ്മലമാണ് എൻ്റെ മനസ്സ് എന്ന് വിചാരിക്കാം. എന്നിട്ട് ഇനി ഒരാഴ്ചയാണ് എൻ്റെ പരീക്ഷയ്ക്കുള്ളത് എങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കാം, എൻ്റെ മുന്നിൽ എനിക്ക് ഇപ്പോൾ ഈ കോഴ്സ് ഇന്നലെ പഠിപ്പിച്ച് തീർന്നിട്ടേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് പരീക്ഷയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരാഴ്ച മാത്രമേ മുന്നിലുള്ളൂ. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് ഞാൻ എത്ര നന്നായിട്ട് പഠിക്കുന്നുവോ അത്രയും നന്നായിട്ട് എനിക്ക് മാർക്ക് കിട്ടും, മറ്റു കുട്ടികളെ പോലെ തന്നെ. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നു, എനിക്ക് ഈ സെമസ്റ്റർ മുഴുവൻ പഠിക്കാൻ സമയമുണ്ടായിരുന്നു എന്നുള്ള അനാവശ്യ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് വേണ്ടത്? ഒരാഴ്ചയാണ് സമയം. എന്നെപ്പോലെ എല്ലാവർക്കും ഒരാഴ്ചയാണ് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ വ്യക്തമായിട്ട് ഉപയോഗിക്കും എന്ന് ഒന്നും എഴുതാത്ത പേജാവണം നമ്മുടെ മനസ്സ്. അപ്പോൾ ആ പേജിൽ ഇന്ന് നമ്മൾ എഴുതി വയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഒരാഴ്ച സമാധാനമായി നമ്മൾ ഓരോ ഭാഗങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ മാനസികാവസ്ഥയിൽ പരീക്ഷ എഴുതിയതിനേക്കാളും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ചിന്ത എന്തായിരുന്നു? ആകെ കൺഫ്യൂഷനായിരുന്നു, ആകെ ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നു. ഈ ഒരു ടെൻഷനും പേടിയും ഒരാഴ്ചയുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് എന്ന് വെച്ചാലും അതൊക്കെ കൂടി ഓരോ ദിവസം കൂടുമ്പോൾ അയ്യോ ഇനി 6 ദിവസമേ ഉള്ളൂ, ഇനി 5 ദിവസമേ ഉള്ളൂ, 4 ദിവസമേ ഉള്ളൂ എന്നൊക്കെ ചിന്തിക്കും. അതൊന്നും വേണ്ട. അപ്പോൾ ചിന്തിക്കുകയാണ്, എല്ലാവർക്കും ഒരാഴ്ചയുള്ളൂ, എനിക്കും ഒരാഴ്ചയുള്ളൂ. അപ്പോൾ അതുപോലെ അപ്പോൾ ആ ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ പഠിക്കും എന്ന് വളരെ കൂളായിട്ട് തീരുമാനിച്ചാൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയില്ല, നാളെ കാലത്ത് എനിക്ക് പരീക്ഷയാണ് എന്ന് പറയുകയാണെങ്കിലോ, അപ്പോഴും നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മൈൻഡിനെ കൂളാക്കി വെച്ച്, ഇതുപോലെ ഒരു എഴുതാത്ത പുസ്തകമാക്കി വെച്ച്, നമ്മൾ എല്ലാവർക്കും ഈ ഒരു ദിവസം മാത്രമേ പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ദിവസത്തിന് ഞാൻ എത്ര പഠിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി വളരെ കൂളായിട്ട് പഠിച്ച് എഴുതിയാൽ തിരക്ക് പിടിച്ച് ടെൻഷൻ പിടിച്ച് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ഫലം അപ്പോഴും ഉണ്ടാവും. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ടെൻഷനും ഒരു കാര്യം ചെയ്തു തീർക്കാൻ വളരെ വൈകി എന്നൊക്കെ തോന്നി, ആകെ എന്താണ് വേണ്ടതെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, അത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനും ചെയ്യാനുമൊക്കെ പറ്റുന്നുണ്ട്.
അപ്പോൾ എല്ലാം സമാധാനത്തോടു കൂടി ചിന്തിച്ച് വളരെ ശാന്തിയോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ടെൻഷൻ പിടിച്ച് ചെയ്യണേക്കാളധികം ഫലമുണ്ട് എന്ന് പറയുന്നു. ശരി.